നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം വാരിക്കോരി നൽകിയ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യ ഉദ്യാനമാണ് വയനാട്. കാനനവും കാട്ടാറും ഗിരിനിരകളുമായി പച്ച പുതച്ച വയനാട്. ചരിത്രവും മിത്തുകളും ഇടകലർന്ന ഈ നാടിൻ്റെ ഭൂമികയിലേക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവങ്ങളുമായി കുടിയേറ്റം നടത്തിയ ഒരു ജനത. അതിജീവനത്തിൻ്റെ നെരിപ്പോടുകൾക്ക് മേൽ കൂടെ കൂട്ടിയ പുണ്യവാളൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാവുകയായിരുന്നു. സെയിൻറ്റ് ജൂഡിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗരിമ ഇന്ന് ലോകമെമ്പാടും കേൾവി കൊണ്ടതാണ്. ഇതരഗണ വിശ്വാസികൾക്കും അവരുടെ മാനസിക സംഘർഷ നിമിഷങ്ങളിൽ ഓടിയണയാൻ, നിലവിളിച്ചപേക്ഷിക്കാൻ ചുണ്ടയിൽ സെയിൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്തളങ്ങളും വരാന്തകളും സദാ സജ്ജമായിരിക്കുന്നു. ഭരണാധികാരികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദ്ദേവുസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ ചുണ്ടേൽ ഇടവകയിലെ എല്ലാ പാരിഷ് കൗൺസിൽ പ്രതിനിധികളുടെയും സെക്രട്ടറി ആയിട്ടാണ് ഞാൻ. എൻ്റെ പേര് റോബിൻസൺ ആൻ്റണി. പാരിഷ് കൗൺസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് 20ഓളം കുടുംബ യൂണിറ്റുകളും 6 ശുശ്രൂഷാ സമിതികളും ഇടവകയിലെ മറ്റ് സ്ഥാപനങ്ങളിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രതിനിധികളും കോൺവെൻറ്റുകളിലെയും പ്രതിനിധികളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പാരിഷ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇടവകയിലെ ആത്മീയവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടവകകാരിയെ സഹായിച്ചുകൊണ്ട് പാരിഷ് കൗൺസിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഈ ഇടവയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും സാമൂഹികവും ആത്മീയവും സാമൂഹികവുമായ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിലും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിലും പാരിഷ് കൗൺസിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഇടവകയിലെ ഭവനരഹിതർക്കായി കരുണയുടെ ഭവനം എന്ന പേരിൽ ഉള്ള പ്രവർത്തനങ്ങളും, അതോടൊപ്പം ഇടവകയിലെയും ചുണ്ടൻ നിവാസികളുടെയും നിർധന രോഗികൾക്കായി സൗജന്യമായി ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനു വേണ്ടി ആംബുലൻസ് ഫണ്ടിലേക്കുള്ള ധനസമാഹരണവും നടത്തിവരുന്നു. എല്ലാറ്റിനുപരിയായി ഈ ഇടവകയിലെ ആത്മീയവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടവകകാരിയെ സഹായിച്ചുകൊണ്ട് പാരിഷ് കൗൺസിൽ സദാസമയം ഒരുമിച്ച് നിൽക്കുന്നു.
അജപാലന സമിതിയുടെ കോർഡിനേറ്ററാണ് ഞാൻ. ഞങ്ങളുടെ കൂടെ 19 പേരാണ് അജപാലന സമിതിയിലുള്ളത്. ഞങ്ങളുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് വിശ്വാസികളെ കൂടുതലായി ദേവാലയത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഞങ്ങൾ ചെയ്തത് പള്ളിക്ക് പുറത്ത് നിൽക്കുന്നവരെ പള്ളിക്ക് അകത്തേക്ക് ആനയിക്കുക, സൗഹൃദമായി പറഞ്ഞ് അവരെ പള്ളീൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതോടൊപ്പം ഏതെല്ലാം വീടുകളിലാണ് POC ബൈബിൾ ഇല്ലാത്ത എന്ന് കണ്ടുപിടിച്ച് അവർക്ക് അത് ലഭ്യമാക്കി കൊടുക്കുക, പ്രാർത്ഥനാ പുസ്തകങ്ങളില്ലാത്ത ഭവനങ്ങളിൽ അത് എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ തിരുഹൃദയ സ്വരൂപമില്ലാത്ത വീടുകളിൽ പുതുതായി തിരുസ്വരൂപം വാങ്ങി നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാമ സ്വർഗരാജ്യ കഥ കേട്ട് വരപ്പോറ നന്മ ചെയ്യാം. വാമ വാമ സ്നേഹം ചൊല്ലി ഭൂവിൽ നടന്ന യേശുവിൻ കഥ ചൊല്ലാം. പാപം തീർത്ത കഥ ചൊല്ലാം. പിറന്നത് ബത്ലഹേമിൽ, വളർന്നത് നസ്രത്തിലും. അപ്പനും അമ്മയ്ക്കും അരുമയം പുത്രൻ, ദൈവപുത്രനായിടുന്ന ക്രിസ്തുവല്ലോ അവൻ. കരുണ കാണിക്കും പരിശുദ്ധൻ, സ്നേഹസത്യമോതിടുന്ന രാജാതിരാജൻ. ജെറുസലേം പള്ളിയിൽ പെസഹ മഹോത്സവം, യഹൂദരൊത്ത് ചേരുന്ന തിരുനാൾ ദിനം. ബലിയർപ്പണം പിന്നെ സ്തോത്രഗീതം, കൂട്ടരൊത്ത് സ്തുതികൾ പാടും തിരുനാളിന്ന്. ബാലനായ യേശുവൊത്ത് അമ്മയായ മേരിയൊത്ത്, ജോസഫാകും താതനുമായി പടിയിറങ്ങി. തിരുനാൾ കൂടാനെത്തി യേശു മുന്നേ നടന്നു, തൻ മകനെ കാണാനെത്തി മനമല്ലാതാകുന്നേ. അപ്പനും അമ്മയ്ക്കും ഊരിനും പേടിയായി, ബാലനാകും യേശുവിനായി നാട്ടുകൂട്ടം ഓട്ടമായി. ദൈവപുത്രൻ തർക്കത്തിൽ അന്നേരം ന്യായങ്ങൾ ചൊല്ലിക്കൊണ്ട് ന്യായാധിപന്മാർ. ദിവസങ്ങൾ 3 കഴിഞ്ഞു, പോയവർ തിരികെ വന്നതില്ല. പാപലേശമില്ലാതെ പിറന്നൊര കൺമണി. രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ.
കുഞ്ഞുമുഖം കണ്ടപ്പോൾ വിജ്ഞാനമറിഞ്ഞപ്പോൾ സ്തബ്ധരായവരൊക്കെ അമ്മ മേരി വന്നെത്തി. ഭക്തിഭാവം പേറി നന്ദി ചൊല്ലി യാത്രയായി. കാനായിലിരുന്നിലും അത്ഭുതം ചെയ്തു അന്ധന് കാഴ്ച നൽകി. ബാധിച്ചു നിൽക്കുന്ന യൂദപ്രമാണികൾ ചുറ്റുമുണ്ടവരെ തേടിയെത്തി. ഒരു നാൾ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ നോക്കുമ്പോൾ കുരിശുമരം തോളിലല്ലോ. ചാട്ടവാറടിയേറ്റ് മേനിയാകെ അലമുറയിട്ടവർ തള്ളിടുന്നു. ഗാഗുൽത്താമല കയറി കൈകാലുകൾ കെട്ടി ആണിയടിക്കുന്ന ദൈവപുത്രനെ കല്ലുപോലായില്ലേ തല്ലിയുടച്ച വിഗ്രഹം പോലെയാ ദൈവപുത്രൻ. പിലാത്തോസ് വന്നെത്തി കുരിശിൽ ലിഖിതമായി എഴുതി വെച്ചവൻ ശീർഷകമായി യഹൂദന്മാരുടെ രാജാവായ നസ്രയക്കാരൻ യേശു. ലോകപാപങ്ങൾ എല്ലാം പൊറുക്കാൻ കുരിശത് രക്ഷയായി വന്നു ഭവിച്ചു. പാപിയെ കൈപ്പിടിക്കാൻ കൊതിച്ചതിൻ കൂലീതോ. ദൈവത്തിൻ സ്വരം കേട്ട് മനതിങ്കൽ ഉണ്ടായി വരേണം ദൈവകൃപ. നമ്മൾ തൻ മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം യേശുവാം നാഥന്റെ ബലിയോടു ചേർക്കൂ. ശക്തിയും മോദവും നമ്മിലും വന്നിടും. മനുഷ്യനു പുതിയൊരു സൃഷ്ടിയാകും. ദൈവ സ്നേഹത്തിന്റെ പാഠമിത്. ആകേണം നാം എല്ലാം ആ വിധത്തിൽ. ആകേണം നാം എല്ലാം ആ വിധത്തിൽ. ലാസ്യഭംഗിയുടെ ആരവങ്ങളിൽ കലയുടെ നൂപുരധ്വനിയുടെ ചടുലതാളം. മുദ്രാക്ഷരങ്ങളുടെ ഭാഷാ നൈപുണ്യവേദിയിൽ ഭാവപകർച്ചയുടെ നിറച്ചാർത്ത്. അഭയം 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 ത്രിത്വൈക ദൈവനാഥാഭയം. ദൈവപുത്ര യേശുവേ അഭയം. പരിശുദ്ധാത്മാ ഹൃത്തിലായ ഭയം. ഗാഗുൽത്താൻമല ബലിവേദിയ ഭയം. അഭയം പാപികളായ മനുഷ്യർക്കെന്നും നന്മ നിറയുമീ അഭയ സങ്കേതങ്ങൾ. കൃപയായ ഭയം, പരമായ ഭയം, അഭയഭാവങ്ങൾ മിഴി തുറന്നാൽ ദിവ്യാത്ഭുത
മനുഷ്യരിൽ നിറയുമി ദൈവിക ഭാവം, ദിവ്യാനുഭൂതി അഭയഭാവം. സ്വർഗലോക വർണ്ണപ്രപഞ്ചം മനതാരിൽ കുളിരായി പെയ്യും അഭയം. എത്രയെത്ര സഹനങ്ങളിൽ അഭയം അത്രയും മനഃശാന്തിയായി. അറിഞ്ഞിടുന്നു ഞങ്ങൾ അഭയം ദൈവം മാത്രമീ ഉലകിൽ. അമലയാം കന്യാമേരി യേശുവിൻ അമ്മയാകും മേരി. സ്വർഗരാജ താതാഭയം മേരി ലോകത്തിൻ മാതാവായി. ലോകപാലകൻ ദൈവത്തെ ഓർത്തവൾ സഹന ശക്തിയായി ജ്വലിച്ചു നിന്നു. സ്നാനം കൊടുത്തവൻ യോഹന്നാൻ ജോർദാന നദിയിൽ യേശുവിനായി. സ്വർഗവാതിൽ തുറന്ന സമയം, ആത്മാവായി വിടർന്നൊരു സമയം, സ്വർഗീയ സ്വരമത് ഉയർന്നൊര സമയം. പ്രതിരൂപമായി അഗ്നിയായി ആത്മാവിൽ കത്തി ജ്വലിച്ചു ഹൃദയം. കല്യാണ വിരുന്നിൽ മാതാവിൻ അഭയം അനശ്വരമാക്കി യേശുവന്ന്. മാതാവിൻ ആജ്ഞയാൽ അത്ഭുതമായി വെള്ളത്തിൽ നിന്നതാ മുന്തിരിച്ചാർ. നിറഞ്ഞു കവിഞ്ഞല്ലോ ഭരണി, ആദ്യാത്ഭുതമായ യേശുദേവൻ. Nisaza, nisagari nisa, gamama gamama, nisagama ni bama paga, rega 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 maga rega rega maga rega mapa, nida magaza maga bani paga re madama re sagama mare ni pani, nisagari sagama paga re, nisagari sagama paga re, nisagari sagama paga re, nisagari sagama paga re, sagama paga re, niri madani nida, sagama paga re, niri madani nida, niri nida, madama gamane. ജനങ്ങൾ തൻ മധ്യത്തിലായി വിരഹം വേദന വ്യഭിചാരിണി വലിച്ചിഴച്ച് കൊണ്ടുവന്നു കുളിരായി തീർന്നൊരു അഭയം. വിധിയായി കല്ലുകൾ വലിച്ചെറിഞ്ഞവർ ദൈവനീതിയാൽ തല കുനിച്ചു. യേശുവിൻ വാക്കുകൾ കേട്ടു അവൾ പതറാതെ തളരാതെ ജീവൻ അനശ്വരമാക്കി വ്യഭിചാരിണി. യേശുവിൻ വാക്കുകൾ അനശ്വരമാക്കിയ ശിഷ്യരും സകലരും അറിഞ്ഞൊരു കരുണയും. മാലാഖവൃന്ദമായി വിശുദ്ധരായും അലതല്ലുമാമോദം മകലെ നിറച്ചൊര മൃതിയെ ഓർക്കുന്നൊരു വേള. ബലിയായി തീർന്നൊരു അഭയം നിറയുമി പാപികൾ എന്നും പാടും. കർത്താവേശുവേ മക്കളെന്നും നിന്റെ സ്വന്തം. കുരിശിലിന്നഭയം അടിമുടി അടികളായ യഹൂദർ കുരിശതിൽ തീർത്തൊര ലോകം. യൂതപ്രമാണികൾ തറയ്ക്കുന്നു ആണികൾ സ്നേഹമാ
അല്ലയോ സ്നേഹസങ്കല്പങ്ങൾക്കനുകൂലമാ നിറവാകേണ്ട ഒരു ഹൃദയം. ഗുരുവിനെ പ്രണമിക്കൂ നിങ്ങൾ, വിശ്വാസദീപ്തിയായി നിറയും. അഭയമാകേണ്ടവർ നമ്മളോ, ഉണർന്നിരിക്കേണ്ടവർ പാപികൾ, ലോകപാപികൾ നമ്മൾ, അറിയുമീ വചസ്സുകൾ. കപടനാട്യമല്ല ഭയം, ഓർക്കുക നിങ്ങൾ. ജീവസാക്ഷിയായി വരൂ, വന്നു നിൽക്കൂ. മാറ്റുക പാപങ്ങൾ, മാറ്റുക ക്രോധം, നേടുക പൈതൃക മൂല്യങ്ങൾ. നന്മ തൻ വഴികളെ വികലമാക്കിയിടാതെ അറിയൂ സുവിശേഷം. സുരഭില സുന്ദര സുവിശേഷ വാക്യങ്ങൾ മനസ്സിൽ അമൃതായി നിറയ്ക്കൂ. നിറമായി, പൂക്കളായി, മണമായി, ശബ്ദമായി, താളമായി, സ്വരമായി നിറയും. യേശുവെന്നും മനുഷ്യർക്കായി അഭയം, 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 അഭയം.